കൊല്ലം തിരുമുല്ലാവാരത്ത് ബലിതർപ്പണ സംരക്ഷണ പരിപാലന ട്രസ്റ്റിന്റെ ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചില്ല. കടൽ തീരത്തെ 25 സെന്റിൽ പന്തൽ കെട്ടി ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ ട്രസ്റ്റിന് അനുമതി നൽകി. ഹൈന്ദവ സംഘടനകൾക്കും മാനദണ്ഡങ്ങളോടുകൂടി ചടങ്ങിന്റെ ഭാഗമാകാം എന്നാണ് മുന്നുത്തരവ്. കർക്കിടക വാവ് ദിനത്തിൽ വരുമാനം ലക്ഷ്യമാക്കിയുള്ള ദേവസ്വം ബോർഡ് നീക്കത്തിന് ഹൈക്കോടതി നേരത്തെ തന്നെ തടയിട്ടതാണ്. കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത് ഭക്തരെ ദുരിതത്തിലാക്കിയിരുന്നു. ബലിതർപ്പണത്തിനെത്തിയ കുറേയധികം ഭക്തർ ബലിയിടാനാവാതെ കണ്ണീരോടെയാണ് മടങ്ങിയത്. ഇത്തവണയും സ്വന്തം നിലയിൽ ചടങ്ങുകൾ നടത്താനായിരുന്നു ദേവസ്വം ബോർഡിന്റെ തീരുമാനം. മറ്റാരെയും ചടങ്ങുകൾ നടത്താൻ അനുവദിക്കരുതെന്ന ദേവസ്വം ബോർഡിന്റെ ആവശ്യം നേരത്തെ തന്നെ ഹൈക്കോടതി തള്ളി. അതേസമയം ദേവസ്വം ബോർഡിന് വിട്ടു നൽകിയിരുന്ന ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റിന്റെ 25 സെന്റ് വസ്തുവിൽ ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ട്രസ്റ്റിന് സ്വന്തം സ്ഥലത്ത് തന്നെ ചടങ്ങുകൾ നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി. ഒപ്പം നേരത്തെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിവന്ന ഹൈന്ദവ സംഘടനകൾക്കും മാനദണ്ഡങ്ങളോടെ ചടങ്ങിന്റെ ഭാഗമാകാം. കർമ്മിമാരുടെ എണ്ണം, പൂജാ സാധനങ്ങളുടെ ലഭ്യത, തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെ കർശന നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നൽകിയിരുന്നു. 3 ലക്ഷത്തോളം ഭക്തരെത്തുന്ന തിരുമുല്ലവാരത്തെ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുവാനായി കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെയും അനുബന്ധ വകുപ്പുകളുടെയും പ്രതിനിധികൾ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ കൈക്കൊണ്ട നടപടികൾ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 12-നാണ് കർക്കിടക വാവ് ബലി നടക്കുക. കഴിഞ്ഞ തവണ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പാക്കാതെയുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ജനം, കൊല്ലം.